മോനെ വാങ്ങിയതേ, എന്റെ മക്കൾക്കൊന്നും പറ്റില്ലല്ലോ. പഠിച്ചോന്റെ കാവല്. നല്ല കായുള്ള തെങ്ങയിന് കേടുകൊണ്ട് പൊട്ടിയതാ. ഗിരിയെ, തെങ്ങും തേങ്ങയൊക്കെയാണോ നമ്മക്ക് കാര്യം? അതൊക്കെ നമ്മക്ക് പിന്നെ ഉണ്ടാക്കിക്കൂടെ? കിണറ്റിലേക്ക് കുറച്ച് തേങ്ങ പോയിക്കുന്ന എനിക്ക് തോന്നുന്നു. തേങ്ങനേക്കാൾ കൂടുതൽ ഇളന്നിയാ. തെങ്ങായ വളം ചെയ്യണം, തേങ്ങ വലിച്ചിട്ടാൽ മാത്രം പോരാ. തെറിച്ചു പോയ തേങ്ങയും ഇളനീരും കൊതുമ്പും ഒക്കെ വേറെ വേറെ വെക്കണം. ആസ്മാവി സൂറാവി വന്നാൽ കൊടുക്കാലോ. പിന്നെ ആർക്കെന്താ വേണ്ട ചെഞ്ഞെടുത്തോ, ബാക്കിയെല്ലാം ഓരി വെച്ച് തടി സലാമത്താക്കാലോ. കരുതല എന്താ തുറച്ചു നോക്കുന്നത്? ഓതി വെക്കാണ്ട് എല്ലാം കൂടെ എനിക്ക് ഒന്നായിട്ട് വേണോ? ഈ തെങ്ങെങ്ങാനെ ഈ വീടുമക്ക് വീണ് ഞങ്ങളെല്ലാരും മരിച്ച് മയ്യത്ത് കബറടക്കുമ്പോ നിങ്ങൾ ഈ തേങ്ങയും ഓല ഓതി വെക്കായിരിക്കും. എന്താണ്ട് പറയുന്നത്? ആർക്ക് വല്ല ഓർമ്മയുണ്ടോ ഈ പറയുന്നത്? അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ അവസ്ഥയിൽ ഓതി വെക്കാൻ? നിങ്ങൾ എൻ്റെ ജീവൻ ഒരാളെ നിന്റെ വില പോലും കാണുന്നില്ലേ? നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. എനിക്കറിയാം, പറയുമ്പോൾ തേനും പാലും ഒഴുക്കും, ഒന്നുള്ളൂ തട്ടിയിട്ടല്ല. ഓ പറയുന്നത് നോക്കി ഈ കണ്ണു ചോരില്ലാത്ത ഭർത്താനോ. അന്നെ തലയിൽ വെച്ച് നടന്നേനെ എനിക്ക് ഇത് തന്നെ കിട്ടണടാ. 24 എന്നെ പ്രേമിച്ച് കെട്ടുമ്പോ മഹർ കൊടുക്കാനില്ലായിട്ട് എന്റെ കൈത്തൽ ചെയിൻ ഒരു അവന് ഞാൻ കൊടുത്ത്. അതോൻ ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. എന്നിട്ടപ്പോ ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞോളി. ഈ എന്റെ സ്നേഹത്തിന്റെ കണക്ക് പറയുമ്പോ ഞാൻ ഇതും പറയും, എന്റെ അപ്പുറവും പറയും. ഓളെ ഓർത്താ ഓള് നല്ലൊരു കുട്ടിയായി പോയി. മോരിന്റെ സ്വഭാവം എന്റെ കൂടെ ആരാണ്ട നിക്കുക.